മറുകരയിൽ നാം കണ്ടിടും മറുവിലയാ തന്നവനെ സ്വർണ്ണത്തെരുവിൽ വീണ്ടും കാണും പ്രിയനെയാ ദിനത്തിൽ. വേഗം നിന്നെ കാണും യേശുവേ സ്തോത്രം, വേഗം നിന്നെ കാണും ഉണരും ഭാഗ്യമുള്ളോ ഉണരുമ്പോ ഭാഗ്യമുള്ളോ നിശ്ചയം ഇന്നലെ എന്റെ യാത്രയുടെ അന്ത്യം ഇന്നലെ നേരം മാത്രം എന്റെ യാത്ര നേരം മാത്രം എന്റെ യാത്ര യേശുവേ നിനക്കു സ്തോത്രം, വേഗം നിന്നെ കാണും ഞാൻ. യേശുവേ നിനക്കു സ്തോത്രം, വേഗം നിന്നെ കാണും ഞാൻ. പിതാവ് സ്വർഗീയവന്റെ അവസരം കൊടുത്തു. തന്റെ ജീവിതയാത്രയിൽ കർത്താവിനെ കണ്ടുമുട്ടുവാനും കർത്താവിന്റെ പൈതലായി ജീവിക്കുവാനും സഹായിച്ചു. കർത്താവിന്റെ സമയമായപ്പോൾ കർത്താവ് തന്നെ വിളിച്ചു ചേർത്ത നിങ്ങളുടെ വലിയ കൃപയ്ക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. പകലിലൂടെ നടക്കുന്ന എല്ലാ ശുശ്രൂഷകളിലും തുടർന്ന് ദൈവ സാന്നിധ്യം ഉണ്ടാകേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ദൈവം ആശ്വസിപ്പിക്കണമേ. ദൈവിക സമാധാനം കൊണ്ട് ദൈവം നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ നിങ്ങളുടെ അഭിഷിക്തന്മാരെ ബലപ്പെടുത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. വേദാധ്യായങ്ങൾ വായിക്കാം. 39 സങ്കല്പത്തിലെ 4 വാക്യങ്ങൾ ഏകവസാനത്തെയും എന്റെ ആയുസ് എത്ര എന്നതിനെ അറിയിക്കണമേ. ഞാൻ എത്ര ശരീരങ്ങൾ ഞാൻ അറിയുമാറാകട്ടെ. ഇതാദ്യ നാളുകളെ 4 മാറ്റിയിരിക്കുന്നു. എന്റെ ആയുസിന് മുമ്പാകെ ഏത് വിലാസവും ഓടിയിരിക്കുന്നു. ഏത് മനുഷ്യന് വർഷം 4 വിശ്വാസമത്രേ. മനുഷ്യനൊക്കെ ഒരു നിഴലായി നടക്കുന്നു നിശ്ചയം. അവർ വ്യക്തമായി പരിശ്രമിക്കുന്നു നിശ്ചയം. അവൻ ധനം സമ്പാദിക്കുന്നു, ആർ അനുഭവിക്കുന്നു അറിയുന്നില്ല. എന്നാൽ കർത്താവേ, ഞാൻ ഏതിനായി കാത്തിരിക്കുന്നു. എന്റെ പ്രത്യാശ നിങ്ങൾ വെച്ചിരിക്കുന്നു. എന്റെ സകല ലംഘനങ്ങളിൽ നിന്നും എന്നെ വിടുവിക്കണമേ. എന്നെ ഘോഷന്റെ നിന്നെയാക്കി വെക്കരുത്. ഞാൻ വായു തുറക്കാതെ ഊമനായിരുന്നു. നീയല്ലോ അങ്ങനെ വരുത്തിയത്. എന്റെ ബാധയെങ്കിൽ നിന്ന് നീക്കണമേ. എന്റെ കൈയിലറിയാൽ ഞാൻ ചെയ്തിരിക്കുന്നു. അവർക്ക് നമുക്ക് മനുഷ്യന്റെ ബന്ധങ്ങളാൽ ശിക്ഷിക്കുമ്പോൾ ഇവന്റെ സൗന്ദര്യത്തെ പുഴുപോലെ ശേഷിപ്പിക്കുന്നു. ഏത് മനുഷ്യനും ഒരു ശാസനം അത്രയാകുന്നു. അപ്പോൾ എന്റെ പ്രാർത്ഥന കേട്ടു. എന്റെ അപേക്ഷ സ്വീകരിക്കണമേ. എന്റെ കണ്ണുനീർ കണ്ടില്ലാതിരിക്കരുതേ. ഞാൻ എന്റെ സകല പിതാക്കന്മാരെ പോലെ എന്റെ സന്നിധിയിൽ അന്യനും പ്രദേശിയുമാകുന്നുവല്ലോ. ഞാൻ ഇവിടെ നിന്ന് പോയി ഇല്ലാതെയാകുന്നതിന് മുമ്പ് ഉന്മേഷം പ്രാപിക്കേണ്ടതിനോ എന്റെ നോട്ടമെങ്കിൽ നിന്നോ മാറ്റണമേ. പ്രത്യാശവാക്കുന്ന വേലധ്യായങ്ങളുമായിട്ട് ആഗ്രഹിക്കുന്ന പോലും കേറിയാവുന്ന ലേഖനം 15-ാം അധ്യായത്തിലെ 35 മുതൽ 50 വാക്യങ്ങൾ ദൈവമാർക്ക് വായിക്കാം. പക്ഷേ ഒരുവൻ മരിച്ചവർ എങ്ങനെ ഉയർത്തുന്നു എന്നും ഏതുവിധം ശരീരത്തോടെ വരുന്നതും ചോദിക്കും. മൂടാ, നീ വിതയ്ക്കുന്ന കത്തില്ല എങ്കിൽ ജീവിക്കുന്നില്ല.
നീ വിതയ്ക്കുന്നതോ ഉണ്ടാകുവാനുള്ള ശരീരമല്ല, ഗോതമ്പ് നിയമത്തിൽ വല്ലതിന്റെയോ വെറും മണിയത്രേ വിതയ്ക്കുന്നത്. ദൈവമോ തന്റെ ഇഷ്ടം പോലെ അതതിനൊരു ശരീരവും ഓരോ വിത്തിന് അതതിന്റെ ശരീരവും കൊടുക്കുന്നു. സകല മാംസവും ഒരുപോലെയുള്ള മാംസമല്ല. മനുഷ്യരുടെ മാംസം വേറെ, കന്നുകാലികളുടെ മാംസം വേറെ, പക്ഷികളുടെ മാംസം വേറെ, മത്സ്യങ്ങളുടെ മാംസവും വേറെ. സ്വർഗീയ ശരീരങ്ങളും ഭൗമിക ശരീരങ്ങളും ഉണ്ട്. സ്വർഗീയ ശരീരങ്ങളുടെ തേജസ് വേറെ, ഭൗമിക ശരീരങ്ങളുടെ തേജസ് വേറെ. സൂര്യന്റെ തേജസ് വേറെ, ചന്ദ്രന്റെ തേജസ് വേറെ, നക്ഷത്രങ്ങളുടെ തേജസ്സും വേറെ. നക്ഷത്രവും തമ്മിൽ തേജസ് കൊണ്ട് ഭേദമുണ്ടല്ലോ. മരിച്ചവനെ പുനരുദ്ധാനവും ഉണ്ടല്ലേ നവത്വത്തിൽ വിതയ്ക്കപ്പെടുന്നു, ഉയർത്തുന്നു, ഉപമാനത്തിൽ വിതയ്ക്കപ്പെടുന്നു, തേജസ്സിൽ ഉയർത്തുന്നു, അലഹീനതയിൽ വിതയ്ക്കപ്പെടുന്നു, ശക്തിയിൽ ഉയർത്തുന്നു. പ്രാകളുടെ ശരീരം വിതയ്ക്കപ്പെടുന്നു, ആത്മീക ശരീരം ഉയർത്തുന്നു. പ്രാകളുടെ ശരീരമുണ്ടെങ്കിൽ ആത്മീക ശരീരമുണ്ട്. ഒന്നാം മനുഷ്യനായ ആദാം ജീവനദേഹിയായി തീർന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഒടുക്കത്തെ ആദാം ജീവിക്കുന്ന ആത്മാവായി. എന്നാൽ ആത്മീകമെന്ന പ്രാകൃതമത്തെ ഒന്നാമത്തേത്, ആത്മീകം പിന്നത്തേതിൽ വരുന്നു. ഒന്നാം മനുഷ്യൻ ഭൂമിയിൽ നിന്ന് മണ്ണുകൊണ്ടുള്ളവൻ, രണ്ടാം മനുഷ്യൻ സ്വർഗത്തിൽ നിന്നുള്ളവൻ. മണ്ണുകൊണ്ടുള്ളവനെ പോലെ മണ്ണുകൊണ്ടുള്ളവരും സ്വർഗീയനെ പോലെ സ്വർഗീയന്മാരുമാകുന്നു. ആ മണ്ണുകൊണ്ടുള്ളവന്റെ പ്രതിമ ധരിച്ചതുപോലെ സ്വർഗീയന്റെ പ്രതിമയും ധരിക്കും. സഹോദരന്മാരെ, രാജ്യത്തെ അവകാശമാക്കാൻ കഴിയുകയില്ല, ദേവത്വത്തെ അവകാശമാക്കുകയില്ല എന്ന് ഞാൻ പറയുന്നു. ഞാനൊരു കമ്പനിയോട് പറയാം, നാം എല്ലാവരും ജീവിതത്തിൽ കൊള്ളുകയില്ല. എന്നാൽ അധികാഹളനാഥത്തിന്റെ പെട്ടെന്ന് കണ്ണനിക്കുന്നവരെ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധരിക്കും, മരിച്ചത് അക്ഷരായിരിക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. ഈ ദ്രവത്വമുള്ള അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കണം. ഈ ദ്രവത്വമുള്ള അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു, എഴുതിയിരിക്കുന്നവരുടെ നിവൃത്തിയാകും. ഏ മരണമേ, നിന്റെ വിഷമുള്ളവിടെ മരണത്തിന്റെ വിഷമുള്ള പാപം, പാപത്തിന് ശക്തിയോ ന്യായപ്രമാണം. നമ്മുടെ കർത്താവായ യേശു മാത്രം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ആകയാൽ എന്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വർത്തമാനിക്കാൻ കർത്താവിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരുമാകുകയും നമ്മുടെ മറ്റുള്ള കുടുംബത്തെ വാക്കുകൾ സംസാരിക്കും. അതിനുശേഷമായിട്ട് മലയാളത്തിൽ സെക്കൻഡ് കുര്യത്തി അദ്ദേഹത്തിന്റെ വാക്കുകൾ സംസാരിക്കും. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എത്രയും ബഹുമാനമുള്ള എന്റെ പ്രിയപ്പെട്ട സഹോദരൻ മനോജിന്റെ വേർപാടിലായിരിക്കുന്ന പ്രിയ സഭാവിശ്വാസികളെ, സുഹൃത്തുക്കളെ, ചർച്ചക്കാരെ, വളരെ വേദനയുടെ നിമിഷങ്ങളിലാണ് നാം ഓരോരുത്തരുടെ ആയിരിക്കുന്നത്. നമ്മളെപ്പോഴും വായിക്കുകയും പറയുകയും ചെയ്യാറുള്ളതാണ്, മനുഷ്യന്റെ ജീവിതം ക്ഷണികമാണ്. അത് ഇന്ന് മുളച്ചു വരുന്ന ഇതുപോലെയാകുന്നു, പുഷ്പം പോലെയാകുന്നു, നാളെ അത് പുഷ്പമായി പോകുന്നു. ഇത് നമ്മൾ ഓർക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ മുമ്പില്, നമ്മുടെ ഭവനങ്ങളില് ഇപ്രകാരമുള്ള അനുഭവം വരുമ്പോൾ പലപ്പോഴും അതിനെ അതിജീവിക്കുവാനായിട്ട് നമുക്ക് അല്പം പ്രയാസം. ദൈവകൃപയോടെ ദൈവജനത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ നമുക്ക് ഇങ്ങനെയുള്ള അനുഭവത്തെ നേരിടുവാനായിട്ട് സാധിക്കൂ. എന്നാൽ ഇവിടെ ആയിരിക്കുമ്പോൾ എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇന്നേറ്റ 15 ദിവസം മുമ്പാണ് തമ്പാച്ചാനും ഗീതമാമയും ഒരു ദിവസം മണിക്കൂറുകളുടെ വ്യത്യാസത്തിനിടയിൽ ലോകത്തിൽ നിന്ന് യാത്ര പറഞ്ഞു. അവർ വളരെ ഏറ്റവും മാതൃകയോടെ ഈ ലോകത്തിൽ ജീവിച്ച മാതാപിതാക്കളാണ്. ഞങ്ങളുടെ മക്കളെ വളരെ മാതൃകയോടെ വളർത്തുകയും ചെയ്ത മാതാപിതാക്കൾ. അവരുടെ ആ വേർപാടിന്റെ ദുഃഖം നമ്മുടെ തോന്നുന്നു. എന്നാൽ ആ സമയത്തുണ്ടായിരുന്ന വലിയൊരു ആശ്വാസം അവരുടെ ഒരുമിച്ചുള്ള ഒരു യാത്രയാണ്. ഒരുപക്ഷെ ആർക്കും കിട്ടാത്ത ഒരു ഭാഗ്യ മരണമാണ് സമ്മാനിച്ചാൻ വീരമായിട്ട്. അന്ന് എല്ലാ കാര്യത്തിനും പ്രിയപ്പെട്ട മനോജും, അതുപോലെ ഇളയമായി ഞങ്ങൾ കുച്ചുവാൻ വിളിക്കുന്ന വിനോജും, അവര് മുമ്പിൽ നിന്ന് അവര് തന്നെയാണ് എന്നോടൊപ്പം പ്രിയ റോബിനേഷനും ഉണ്ടായിരുന്നു. എല്ലാ കാര്യവും അതൊരു വളരെയധികം കഷ്ടപ്പെട്ടു അങ്ങനെ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അവര് വളരെ നന്നായിട്ട്
വളരെ അവിചാരിതമായിട്ട് ബാധിക്കുകയും ആ ഒരു കോവിഡ് അതിനെ തുടർന്നുണ്ടായ ന്യൂമോണിയ അതിന്റെ ഒരു തീവ്രതയില് ഈ ചുരുങ്ങിയ ദിവസങ്ങൾ ആശുപത്രിയിലായി അനേക വിശ്വാസികൾ പ്രാർത്ഥിച്ചു. കണ്ണീരോടുകൂടി പ്രാർത്ഥിച്ച അനേക ആളുകൾ അത് ദൈവത്തിന്റെ ഹിതം നിറവേറിയുള്ളത് നമുക്ക് വേദനയും എന്നാൽ ആ വേദനയുടെ മധ്യത്തിൽ ദൈവം നൽകുന്ന പ്രത്യാശയുണ്ടാകും. ആ പ്രത്യാശ എല്ലാവർക്കും ഉണ്ടാകുമെന്ന് പ്രാർത്ഥിക്കും. മനുവിന്റെ ജീവിതം വളരെ വളരെ അധികം മറ്റുള്ളവർക്ക് ഏറ്റവും സ്നേഹവും വാത്സല്യവും ഒക്കെ പങ്കുവെച്ച ഒരു ജീവിതമാണ്. എല്ലാവരോടും ഞങ്ങളെയൊക്കെ സംബന്ധിച്ച് ഞങ്ങള് ഈ കസിൻസ് എന്റെ അമ്മാച്ചന്റെ മോനാണ്. എന്നാൽ അതിലുപരി ഞങ്ങൾ സുഹൃത്തുക്കളാണ്. എല്ലാവർക്കും ആരുടെയും മനസ്സിന്റെ മനോജിന്റെ നമുക്ക് മാത്രമേ ആരെയും സഹായിക്കാനുള്ള മനസ്സ്, ഏത് സമയത്തും വിളിക്കാൻ ഓടിയതുള്ള മനസ്സ്, അതൊക്കെ അതിന്റെ തീർച്ചയായും ഞാനായിരുന്നവർക്കൊക്കെ വിശ്വാസത്തോടെ എനിക്കറിയാം. ഞങ്ങള് രണ്ട് സഭാഭാഗത്തിലാണെങ്കിലും എല്ലാ കാര്യത്തിലും ഞങ്ങളെ സിദ്ധിക്കാരായിരുന്നപ്പോൾ ഞങ്ങളെ വിഭജന പ്രസ്ഥാനം വിഭജന സഖ്യത്തിന്റെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇവര് മുന്നിൽ അതുപോലെ ഒരുമിച്ച് എല്ലാ പ്രത്യേകിച്ച് സ്ഥിതി അവർക്ക് ദൈവം പ്രത്യാശയും ബലവും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കും. ഒരിക്കലും ഇരുമാറ്റമുള്ള ദൈവം പിന്നോട്ട് ഇപ്പോഴും ഹോസ്പിറ്റലിലാണ്. അവനാണ് അനുവദിനെ കൊണ്ടെല്ലാം എടുക്കും പോയത്. മാനസികമായിട്ടുള്ള പ്രയാസവും ദുഃഖമൊക്കെ ദൈവം ദാസനും പ്രത്യാശയും ബലം കൊടുക്കട്ടെ. ജോജോ വളരെ അകലെ അവന് വരുവാൻ സാധിക്കുന്നില്ല. ദിവസങ്ങളിലെ ഈ ഏർപ്പാടുകൾ വളരെയധികം നടത്തിയിട്ടുണ്ട്. ദൈവം ജോജോയും കുടുംബത്തെയും ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും. ഞങ്ങളെ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു സാഹചര്യത്തില് ബിജു ഇവിടെ വന്നിട്ടുണ്ട്. വലിയ ഓർഗനൈസറുണ്ട്. ഇങ്ങനെ ചുരുക്കി ചില ആളുകൾക്ക് മാത്രമേ ഇവിടെ വരുവാൻ സാധിക്കും. ഈ ഒരു പ്രിയ തമ്മാച്ചാന് ഈ ഭവനം ഉൾപ്പെട്ട സഭ എല്ലാ കാര്യത്തിനും ആവശ്യമായ എല്ലാം ക്രമീകരണം ചെയ്യും. അത് അവരുടെ വന്ന സമയത്ത് ഇപ്പോൾ മനോജിന്റെ കാര്യം ഇന്നലെ ഞങ്ങളിങ്ങനെ കൂടെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു കാര്യവും ഞങ്ങൾ അറിയാം. എല്ലാ കാര്യവും എത്രയായിട്ടുള്ള രീതിയിൽ പ്രതികരിച്ച് വിശ്വാസ സമൂഹത്തിന്റെ ഒരു പിന്തുണമുണ്ടായിരുന്നു. നമ്മുടെ പ്രാർത്ഥനയിൽ നമുക്ക് പ്രിയ ഭവനത്തെ തുടർന്ന് ഓർക്കാം. മാതാപിതാക്കൾ കാട്ടിക്കൊടുത്ത മാതൃക മറ്റ് സഹോദരങ്ങളിലും അവരുടെ മക്കളിലും ഒക്കെ പങ്കു കൊടുത്ത് അനുഗ്രഹമാകുന്നതിൻ്റെയാകട്ടെ. സർവബുദ്ധിയെയും കഴിയുന്ന ദൈവത്തിന്റെ സമാധാനം ആ ഭവനത്തെയും നമ്മയും അതിൽ നിറയ്ക്കട്ടെ, നടത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ ഭവനത്തിന്റെ പേരിൽ എല്ലാവരോടും ഒരു വാക്ക് നന്ദി കൂടി ഈ സമയത്ത് അറിയിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഒരു രണ്ടാം വരവിനായിട്ട് പ്രത്യാശയോട് നമുക്ക് കാത്തിരിക്കാം. ഇഷ്ടം എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. എന്നാൽ നമുക്കൊരു പ്രത്യാശ ഇന്നിവിടെ വായിച്ച പ്രതികരിച്ചിരിക്കുന്ന 1-15 അധ്യായം വളരെ പ്രത്യാശ തരുന്ന ഒരു വേദഭാഗമാണ്. അവിടെ കാണുവാനായിട്ട് കഴിയുന്നത് യേശു കർത്താവ് മരിച്ച ഉയർത്തെഴുന്നേറ്റു. ഇപ്പോൾ നമുക്ക് വേണ്ടി പിതാവിന്റെ വലത്തുഭാഗത്ത് പക്ഷപാതം ചെയ്തു. നമ്മൾ ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെക്കുന്നവരല്ല, മരണത്തിനപ്പുറത്തുള്ള ഒരു വലിയ പ്രത്യാശ നമുക്കുണ്ട്. ഈ ഒരു കാലം പ്രിയ മനോജിന്റെ ശവശരീരം അല്ലെങ്കിൽ ഡെഡ് ബോഡി ഇവിടെ അടക്കം ചെയ്യുകയാണ്. എന്നാൽ നമുക്കുള്ള പ്രത്യാശ എന്ന് പറയുന്നത് കർത്താവ് വരുന്ന ദിവസത്തിൽ കാറിൽ നിൽക്കുമ്പോൾ
അക്ഷയരായി ഉയർത്തുന്ന സുദിനത്തിൽ ഉയർത്തെഴുന്നേറ്റ് വരും. അത് വരുന്ന ശരീരം കൊറോണ ബാധിക്കാത്തൊരു ശരീരമാണ്. വരുന്ന ശരീരം ദ്രവിക്കാത്തൊരു ശരീരമാണ്. അതുകൊണ്ടാണ് പറയുന്നത് ഈ ദ്രവത്വമുള്ളത് മാറി ഈ ശരീരം ഇന്ന് മൺമണി ആണ് സുഖം തറന്നെത്തി നിൽക്കുന്ന വേദനമാണെങ്കിൽ ഭക്തന്മാരെ ഇപ്പോൾ ശ്രമിക്കും. വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായം 13-ാം വാക്യം വായിക്കുന്ന എഴുതുക. ഇന്നും മുതൽ കർത്താവ് ധരിക്കുന്ന ഭക്തന്മാർ ഭാഗ്യവാന്മാർ തങ്ങളുടെ നിത്യപ്രാണത്തിൽ ഇപ്പോൾ തന്നെ ഉറങ്ങിയ ഒരു ദിവസമുണ്ട്. അത് എത്രയും സമാഗതം ആയിക്കൊണ്ടിരിക്കുന്നു. രാത്രിയില് ഞാൻ കേട്ടതായ സന്ദേശം 50 ലക്ഷം രൂപ വിശാഖപട്ടണത്തിൽ ഒരാള് മുടക്കി. അപ്പോൾ പണത്തിന് ആരെയും രക്ഷിക്കാൻ കഴിയും. കഴിഞ്ഞ ദിവസത്തിൽ കടന്നു ഒരാള് മില്യണറായി ഞങ്ങൾക്ക് നമ്മുടെ പഞ്ചായത്തിന് വിളിച്ച് പറഞ്ഞു. ഇപ്പോൾ 17 പേരും ആയി. കഴിഞ്ഞ ദിവസങ്ങളായി ഞങ്ങൾ അതിന്റെ പിന്നിൽ അവിടെ ഭക്ഷണം കൊടുക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ഇനി ഇത് നടക്കേണ്ടതായിരുന്നു. എന്നാൽ നമുക്കുള്ള പ്രത്യാശ ഇത് ഇതിനപ്പുറത്തൊരു നിത്യമായ വീട് നമുക്ക് ഒരുക്കിയിട്ടുണ്ട്. ഈ പ്രിയപ്പെട്ടവൻ ഇപ്പോൾ തനിക്ക് വേണ്ടി ഒരുക്കിയ നിത്യ വീട്ടിലേക്ക്. അതാണ് വെളിപ്പാട് വായിക്കുമ്പോൾ ഇതാ മനുഷ്യരുടെ ദൈവത്തിന്റെ കൂടാരം അവനവരോട് വസിക്കും. അവരുടെ കണ്ണുനീരെല്ലാം തുടച്ചു കളയും. അപ്പോൾ ദുഃഖമില്ലാത്ത വേദനയില്ലാത്ത ഒരു നിത്യ നാട്ടിലേക്ക് ഈ ദൈവത്തിന്റെ പ്രിയതമ കുഞ്ഞുങ്ങള് വളരെ ദുഃഖമുണ്ട്. സഹോദരങ്ങളുടെ കാര്യങ്ങളെല്ലാം ഓർപ്പിച്ചത് ദൈവമായ അതിനെ ധൈര്യപ്പെടുത്തുന്നതാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. പുതിയ മലപ്പള്ളി ക്രൈസ്തന്റെ പേരുള്ളതായ ഏറ്റവും പ്രത്യാശരിക്കും കഴിയുന്നില്ല. ദൈവസഭയുടെ എല്ലാ ദൈവദാസന്മാരും പലരും പറഞ്ഞ പ്രത്യാശ വാക്കുകൾ പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും വേണ്ടിയുള്ള പ്രത്യാശ അറിയിക്കുന്നു. സഭയെ പ്രതിനിധിച്ച് ഒന്നിച്ച് പറയാൻ സന്തോഷമാണ്. പ്രത്യേക സമയത്ത് ഇനിയൊരു കണക്കിന് സാക്ഷിക്ക് വേണ്ടി വന്നത് എല്ലാവരെയും പോലെ തന്നെ മനസ്സിന് വളരെ ഭാരമുണ്ട്. ചില ദിവസങ്ങളോളം ദേവാലയ മനോജിന്റെ വിടുതലിന് വേണ്ടി ഞങ്ങള് സുഖിക്കുകയായിരുന്നു. എല്ലാവരും ഒരു സ്വന്തം വീട്ടിലെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങള് സഹോദരങ്ങള് എന്നതുപോലെ മനോജിനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എല്ലാവരും എന്നാ കൊണ്ടിരിക്കുകയാണ്. ഏത് മനുഷ്യനും പുറത്തു നിന്നാലും ഒരു ശ്വാസം അത്രേ എന്നുള്ള ദൈവവചനം പോലെ ലോകത്തിൽ നിന്ന് വേദത്തിൽ കടന്നു വണ്ടിയായി തീർന്നു. അമ്പത്തതിന്റെ ഭവനമായിട്ട് കഴിഞ്ഞ 47 വർഷത്തെ സ്നേഹബന്ധമാണുള്ളത്. കുടുംബം ഞങ്ങൾക്ക് ഒരു മോഡലായിരുന്നു, ഒരു മാതൃകയുള്ള കുടുംബമായിരുന്നു. എല്ലാവർക്കും അറിയാം അമ്പത്തതിന്റെ ധർമ്മങ്ങളുടെ പ്രത്യേക ജീവിത രീതി. ഭവനത്തില് എത്രയോ ദിനരാത്രങ്ങൾ താമസിപ്പാനും ഭക്ഷണം കഴിക്കാനും സ്വന്തം വീട് പോലെ ഇടപെടാനും നമുക്ക് സഹോദരന്മാർക്ക് ആ നാളുകളുടെ ഇടയായിട്ടുണ്ട്. ഭക്തന്റെ പ്രത്യേക സ്വഭാവം എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം. തന്നെ വക്രത എന്ന് പറയുന്നത് എന്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഞങ്ങളുടെ ചരിത്രം ഞങ്ങൾ കേട്ടിട്ടില്ല. അനുഭവത്തില് ദ്വയാർത്ഥത്തില് ഒരു വാക്ക് പറയാറില്ല. ഒട്ടത്തിലോ കളിവാക്കോ ചേർച്ചയില്ലാത്തതോ ഒന്നും പറഞ്ഞ് എന്റെ സമയം വിനിയോഗിക്കുന്ന അങ്ങനെ പറയുന്ന ആളായിരുന്നു. ഒരു വാക്കുപോലെ ദേഹത്തിൽ ഞാൻ കേട്ടിട്ടില്ല. അങ്ങനെയുള്ള ഒരു മാതൃക പുരുഷനായിരുന്നു പ്രിയപ്പെട്ടത്. മറ്റേ ബിലമാമിയും ചേർന്ന് ഒന്നിച്ച് സേവിച്ചു. ഇവിടെ കുഞ്ഞുങ്ങളും ആവശ്യത്തിൽ വളർന്നു. എനിക്ക് ഞങ്ങളിലെ 3 കുഞ്ഞുങ്ങളെയും സൺഡേ സ്കൂളിൽ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഒന്നുപോലെ ശാന്ത സ്വഭാവമുള്ള മനോജിനെ ഓർക്കുമ്പോൾ വളരെ നമുക്ക് മാനസികമായ ഒരു ദുഃഖവും ആരോഗ്യമുണ്ട്. മനോജ് മനോജിന്റെ ഭവനത്തിൽ അവിടെ പോയി താമസിപ്പാൻ അവരുടെ കൂടെ പകരുന്നുള്ള ബന്ധങ്ങൾ അങ്ങനെ കുടുംബമായിട്ടും വ്യക്തിപരമായിട്ടും സഭയായിട്ടും ഉള്ളതായിട്ടുള്ള തിരിഞ്ഞു പോകാൻ കഴിയാത്ത വിധത്തിൽ വളരെ ഇഴുകിച്ചേർന്ന ഒരു ബന്ധമായിരുന്നു. ഞാൻ മാത്രമല്ല, ചർച്ചിലെ കൂട്ടായ്മ ഉണ്ടായിരുന്ന ഞങ്ങളുടെ 40-ലധികം വീടുകളിൽ എല്ലാവർക്കും പ്രിയങ്കരനായിരുന്ന ആ കുടുംബം ഉണ്ടായതായിട്ടുള്ള ഈ വിഷയം നിങ്ങൾക്ക്
ദുഃഖമുണ്ട്, എല്ലാവരെയും പോലെ 4 വലിയ വ്യത്യാസമുണ്ട്. ഞങ്ങള് ഇനിയും ഇവരെ കാണും. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളുടെ ഇന്നലെയൊക്കെ ചിന്തിച്ചു. മനോജിനെ ദൈവം, ഞാൻ ഈ സഹോദരന്മാരോട് പറയാൻ മനോജിനെ ദൈവം ഭൂമിയിൽ നിന്ന് വിളിക്കാനായിട്ട് ദൈവം തീരുമാനിച്ചപ്പോൾ മനോജ് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ട് കഴിഞ്ഞാൽ ഇല്ലാമാമി അത് സഹിക്കാനുള്ള മാനസികാവസ്ഥ ഉണ്ടാകുമായിരുന്നില്ല. അതിന് മുമ്പേ അവരെ എടുത്തിട്ടാണ് മനോജിനെ വിളിച്ചത്. ഞാൻ എൻ്റെ മനസ്സിൽ ചിന്തിച്ച കാര്യമാണ്. ദൈവത്തിനറിയാം സകലവും എല്ലാം നന്നായി ചെയ്യുന്നവൻ, സകലവും ഭംഗിയായി ചെയ്യുന്നവൻ ഇതും നന്നായി തീർക്കും. കടന്നു എല്ലാവർക്കും സഹകരിച്ച എല്ലാവർക്കും നന്ദിയുണ്ട്. മല്ലപ്പള്ളി വെസ്റ്റ് ദൈവസഭയുടെ പേരിലുള്ളതായ ഞങ്ങളുടെ പ്രത്യാശ, ദുഃഖമല്ല പ്രത്യാശ ഞാൻ അറിയിക്കുന്നു. ഒരു നാളിൽ പ്രിയപ്പെട്ടവരെ കർത്താവിന്റെ സന്ധിയെ കാണാമെന്നുള്ള വലിയ പ്രത്യാശയോടെ ഇവിടെ പറയുന്നു. നിങ്ങളെ ആശ്വസിപ്പിക്കും. ഈ സമ്പാദിക്കാനും അമ്മാനെയും യുവസ്ഥയ്ക്ക് കൊണ്ടുപോകാനും എല്ലാ കാലവും നിർത്തിയാണ് ജോൺമാർക്കും സഭയുടെ പരിചരണത്തിന് സഹായിക്കാൻ അതിൽ രണ്ടാഴ്ച മുമ്പ് സമ്പാദിക്കാൻ്റെ അമ്മാമ്മയുടെയും സംസാര സമയത്ത് മാനസികമായ പ്രയാസം ഉണ്ടായിരുന്നെങ്കിലും പ്രയാസവും ഒരളവിൽ പറഞ്ഞാൽ അവർക്ക് ദൈവം കൊടുത്തതായ ഭാഗ്യകരമായ അവസാനത്തെ ഓർത്ത് ഹൃദയത്തിൽ സന്തോഷിപ്പാൻ ദൈവമെങ്കിലും ഒരു അവസരം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നെങ്കിൽ എത്ര നല്ലായിരുന്നു ഒക്കെ ഓർത്ത സമയം ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് എന്ത് പറയണമെന്ന് തന്നെ എനിക്കറിയുന്നില്ല. കാരണം അന്തൊരുമിച്ച് ഇന്ന് ആസ്വദിച്ച് ചെയ്തതായ ജീവിതത്തിലും ദൈവം ആഗ്രഹിച്ചത് ഇങ്ങനെയായിരുന്നു എന്നുള്ളതിന് ദൈവത്തോട് നമുക്ക് ചോദ്യം ചെയ്യാൻ കഴിയത്തില്ല. കർത്താവിന്റെ ഹിതത്തിന് കീഴ്പ്പെടുക എന്ന് മാത്രമേ ഉള്ളൂ. അവരുടെ സൃഷ്ടികളായ നമ്മുടെ മുമ്പാകെ ദൈവത്തിന് സ്തോത്രമെങ്കിലും നമ്മുടെ ഹൃദയത്തിൽ കർത്താവ് വലിയ പ്രത്യാശ തന്നിട്ടുണ്ട്. ഞാൻ പാപ്പശായന വേഗത്തിൽ സ്വിജിയുടെ അടുത്ത് ചെന്ന് അവർക്ക് പ്രത്യേക സാഹചര്യത്തിൽ അകത്ത് ഇറങ്ങെത്തുന്നില്ലായിരുന്നു വിട്ടിട്ട് എന്നുകൊണ്ട് ഞാൻ ഇപ്രകാരം പറഞ്ഞു, നമ്മളെല്ലാവരും ഇവിടുന്ന് പോകാൻ സമയമായി. അത് പറഞ്ഞ് മാത്രമേ അവരെ ആശ്വസിപ്പിക്കാൻ കഴിയുമായിരുന്നുള്ളൂ. അതുകൊണ്ട് സ്ഥിതി കുഞ്ഞുങ്ങൾ വിഷമിക്കരുത്. കാരണം ലോകത്തിലെ സംഭവങ്ങൾ നോക്കുമ്പോൾ അധികം താമസമില്ല. നമ്മുടെ പ്രിയപ്പെട്ട ഇവർക്ക് കാണാൻ കഴിയും. മറ്റൊന്നും പറയാൻ കഴിയില്ലായിരുന്നു. കർത്താവിന് സ്തോത്രം. അതെ, ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. കർത്താവിന്റെ വരവേറ്റം അടുത്തിരിക്കുന്നു. നമ്മളെല്ലാവരും ഒരുങ്ങുവാനുള്ളതാ ഒരു സമയമാണ്. കർത്താവിന് സ്തോത്രം. കുടുംബത്തെ കുറിച്ച് ഒത്തിരി പറയുവാനുണ്ട്. കാരണം ഞാൻ 15 വർഷം മുമ്പ് സഭയുടെ ചാർജ് എടുക്കുമ്പോൾ കർത്താവിന് സ്തോത്രം ആ സമയത്താണ് പ്രിയ മനോജിന്റെ വിവാഹം നടക്കുന്നത്. കർത്താവിന് സ്തോത്രം. അപ്രകാരം പ്രിയ തമ്പാശാന്റെ അനുഭവങ്ങള് കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ നിഷ്കളങ്കനായ ഒരു വ്യക്തിയായിരുന്നു പ്രിയ തമ്പാശാന്റെ സ്തോത്രം. അവരുടെ കുടുംബജീവിതമൊക്കെ ഓർക്കുമ്പോൾ അതിന്റെ ഒരു വലിയ ഭാഗ്യമാണ്. അവർക്കൊരു പെട്ടിക്കകത്ത് പോകാൻ ദൈവം ഇടയാക്കിയത്. കർത്താവിന് സ്തോത്രം. ഇതിന്റെ അർത്ഥം ഇപ്പോൾ എനിക്ക് മനസ്സിലാക്കും, നമുക്ക് ആർക്കും മനസ്സിലാക്കുവാൻ കഴിയത്തില്ല. എന്നാൽ ദൈവത്തിന്റെ ആഴങ്ങൾ മനസ്സിലാക്കുവാൻ മാനുഷിക ബുദ്ധിക്ക് ഒരിക്കലും സാധ്യമല്ല. എന്നൊരു ദിവസം ഇതിന്റെ മർമ്മവും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്നുള്ളതായ ഒരു ഉറപ്പും പ്രത്യാശയും ദൈവം നമ്മുടെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നത് ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. പ്രത്യേക കുഞ്ഞുങ്ങളെയും കർത്താവ് ബലപ്പെടുത്തുന്നത് ഓർത്ത് ഞാൻ കർത്താവിനെ വാഴ്ത്തുന്നു. കൊച്ചുമോനെ കർത്താവ് സഹായിക്കുന്നത് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിനകത്തോട് വായിക്കുന്നത് പോലെ നമുക്കൊരു ഉറപ്പുണ്ട്. കർത്താവ് സ്തോത്രം. ക്രിസ്തുവിൽ മരിക്കുന്നവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു സമയമുണ്ട്. കർത്താവ് സ്തോത്രം. പ്രിയപ്പെട്ട കുടുംബത്തിന്, പ്രിയ മനോജിന് ഞാൻ പറഞ്ഞതുപോലെ ഞാനും ദുബൈയിൽ കടന്നു ചെന്നപ്പോൾ ഞങ്ങളെ വീട്ടിൽ കൊണ്ടുപോയി അവരുടെ കുടുംബജീവിതത്തിന്റെ സന്തോഷമൊക്കെ ഞങ്ങൾക്ക് കാണാനിടയായിട്ടുണ്ട്. ഓർക്കാനിടയായിട്ടുണ്ട്. ദിവസം കാറിൽ യാത്ര ചെയ്യുമ്പോൾ ചിലർക്കെങ്കിലും അറിയാം, ഇന്നലെ അച്ഛനുചാന്റെ വീട്ടിലേക്ക് ഞങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്ത് പോകുമ്പോൾ അവിടെ ദുബൈയിൽ നിന്ന് അവർ ആ വീട്ടിൽ നിന്ന് പോകുമ്പോൾ അവരുടെ വഴിയിലൊരു വഴിയുടെ പേര് സിജി എന്നാണ്. സ്തോത്രം. ഉടനെ മനോജ് പറഞ്ഞു, താൻ്റെ എഴുതിയേക്ക് നോക്കിക്ക് എന്റെ ഭാര്യയുടെ പേരിലുള്ള വഴിയാണ്. കർത്താവിന്റെ സ്തോത്രം. അത്രമാത്രം അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതം അവർ നയിച്ചുവെങ്കിലും പെട്ടെന്ന് താൻ നിത്യത്തിലേക്ക് പോകാൻ ഇടയായി തീർന്നു. മാനസികമായി സഹിക്കാൻ പ്രയാസമാണെങ്കിലും ദൈവം അവരെ ബലപ്പെടുത്തുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. പ്രിയമുള്ളവരെ, നമുക്കെല്ലാവർക്കും ഒരുങ്ങാം. ഇതൊക്കെ കാണുമ്പോൾ ഒരു കാര്യം യാഥാർത്ഥ്യമാണ്. വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന സത്യങ്ങൾ നമ്മുടെ കണ്ണിന് മുമ്പിൽ കാണാൻ കഴിയുന്നു എന്നുള്ളത് എത്രയോ ഭാഗ്യകരമായ ഒരു അവസ്ഥയാണ്. അതിനുവേണ്ടി നമുക്ക് ഒരുങ്ങുവാൻ ആ വചനത്തിന്റെ നിവൃത്തിയാണ് കർത്താവിന്റെ മടങ്ങി വരവ്. അതിനുവേണ്ടി ഒരുങ്ങുവാൻ അഥവാ നമ്മുടെ മരണം ദൈവത്തിന്റെ സ്തോത്രം. അതിനുവേണ്ടി ഒരുങ്ങുവാൻ ഇതൊക്കെ കാണുമ്പോൾ ദൈവമായ കർത്താവ് നമ്മൾ എല്ലാവരെയും സഹായിക്കട്ടെ. എല്ലാവരെയും അതിനായി സമർപ്പിക്കുന്ന കുടുംബത്തിന്റെയും പ്രിയപ്പെട്ടവരുടെ എല്ലാം
പ്രത്യാശയെ സ്നേഹവും സമയത്ത് അറിയിച്ചുകൊണ്ട് വാക്കുകളെ ചെലുത്തുന്നു. ദൈവം നമ്മെ സഹായിക്കും. ദൈവത്തിന്റെ വലിയ നാമത്തിന് സ്തോത്രം. സമ്പർക്കാനും 3 കുഞ്ഞുങ്ങൾ എനിക്ക് മറക്കാൻ വയ്യാത്ത വ്യക്തികൾ. ഈ മല്ലപ്പള്ളി സഭയുടെ കൃഷിക്കാട്ടിൽ നിന്നാണ് വളരെ ശാന്തമായ സമ്പാദാനെ കുറിച്ച് പറയുകയാണ്. കല്ലുമല്ല കച്ചവടത്തിന്റെ എന്നെ ആദ്യമായി വിളിച്ച് വിളിച്ചു എന്നോട് ഇങ്ങനെ പറഞ്ഞു, വീട്ടിലൊന്ന് വളരണം. ഇപ്പോഴും പ്രയാസമുള്ള സമയം 6-7 മാസമായി. ഞാൻ പറഞ്ഞാൽ ഞാൻ വരാം. അത് വെയിറ്റ് ചെയ്യും. ഒന്ന് കാണണം. ചില കാര്യം നമ്മുടെ സമയത്ത് ചെയ്യാൻ പറ്റുന്നില്ല. കൊരട്ടിയില് ഞാൻ കുറച്ച് സ്ഥലത്തുണ്ട്. തിരിച്ചു അവിടെ മനോഹരമായ ഒരു കമ്പനി നടത്തുന്ന ഒരു അബ്രാച്ചാണ്. അവരുടെ എല്ലാ കാര്യത്തിലും മുൻപ് നിൽക്കുന്ന വ്യക്തിയാണ്. എന്നെ ഒന്ന് വിളിച്ചിട്ട് പറഞ്ഞു, കുറെ നാളായല്ലോ ഇങ്ങോട്ടൊക്കെ ഒന്ന് വന്നിട്ട് ആരാധന നടക്കുന്നില്ലെങ്കിലും ഒന്ന് വരണം. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു വരാം. 2000 അദ്ദേഹം പോകുന്ന മാറ്റം ഞങ്ങൾ അവിടെ വീട്ടിൽ പോയി. ഞാൻ പറഞ്ഞതിന്റെ വിഷയം, നാം സ്നേഹിച്ചവരും നമ്മളെ സ്നേഹിക്കപ്പെട്ട അനേകം ഭൂമിയിൽ മാറ്റപ്പെട്ടവരും മനോഹരിന്റെ വേർപാട് കൊരട്ടിൽ വിവാഹ നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്. ഞാൻ ഫുട്ബോളും കഴിച്ചില്ല. എങ്കിലും എല്ലാം ദൈവം നടത്തുന്ന വഴികളുണ്ടാക്കി ദൈവത്തെ നോക്കിയിരിക്കും. ഞാൻ മല്ലപ്പള്ളി ദൈവമക്കളെല്ലാം പാസ്, നമ്മുടെ ജോസ് പാസ്, ഇതിന്റെ മകന് നേരത്തെ തന്നെ ഇതിന്റെ എല്ലാ കാര്യങ്ങളും കുട്ടിക്കാട്ടിലുള്ള നമ്മുടെ കുടുംബത്തിൽപ്പെട്ട അച്ഛന്മാരെയും ഒക്കെ എല്ലാവരും ഇതിനകത്ത് വളരെ സഹകരിപ്പാണ് കഴിച്ചത്. പക്ഷേ ഇതിന്റെ എല്ലാ കാര്യവും ചോദിച്ചാൽ അജി അല്ലേ, അജി അവസരത്തിലുള്ള പ്രിയപ്പെട്ടവർക്കുള്ള നന്ദി സ്നേഹവും അറിയിക്കുന്നു. ഈ ചർച്ചയോടെ മല്ലപ്പള്ളി വ്യക്തിയുടെ എല്ലാ ദൈവമക്കളുടെ സ്നേഹവും നന്ദി അറിയിക്കുന്നു. ദൈവങ്ങളുടെ അച്ഛന്മാരുടെ നന്ദി സ്നേഹവും അറിയിക്കുന്നു. ഈ സെക്ഷൻ വായിക്കുന്ന കർത്താദാസൻ, സജി കുര്യൻ, അതുപോലെ സജി ദാനിയൽ, ജോൺ മാത്യു, ഈ കർത്താൻ സഭയുടെ ഭാഷ, ഇന്ന ഭാഗത്തും ഭാഷ എല്ലാവരും ഓർ ദൈവത്തെ സ്തുതിക്കുന്നു. ഒറ്റ വാക്ക് പറയുന്നത് ഞാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ ഇപ്പം നമ്മൾ ചാമ്പലായിരിക്കുന്നെങ്കിൽ ഉയർത്തുന്ന സമയത്ത് പൂർണ്ണ ശരീരത്തെ ഉയർത്തും. ഇങ്ങനെ ഉയർത്തും. മരണമേ നിന്റെ ജയമെവിടെ? മരണമേ നിന്റെ വിശ്വമുള്ള എവിടെ? അല്പസമയം മരണത്തെ ഒതുക്കാൻ കഴിഞ്ഞെങ്കിലും കാകളം ധരിക്കുമ്പോൾ ഇങ്ങനെ പറയും, മരണമേ നിന്റെ ജയമെവിടെ? മരണത്തിലെ വിശ്വമുള്ള പാപം ന്യായപ്രമാണം അടുത്ത നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന്റെ വേദനയില്ല. അതിനപ്പുറം ഞങ്ങൾക്ക് ജയമുണ്ട്. എന്താ ജയെന്നറിയാമോ? കാകളം ഒരു യുദ്ധത്തോടെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ ദാസൻ സജീവദാസൻ സജീവനെ ഓർപ്പിച്ചെങ്കിലും കല്ലുമലാജി ചർച്ചകളുടെ എല്ലാ ദൈവദാസന്മാർക്ക് വിശ്വാസ സമൂഹത്തിലേക്ക് പ്രത്യാശ ഞങ്ങൾ അറിയിക്കുന്നു. കർത്താവിനെ സഹായിക്കുമാറാകട്ടെ. ഒരു പാട്ടിന്റെ വഴിപാട് ശേഷമായിട്ട് ഒന്ന് ശ്രമിച്ചാൽ 4-ാം അധ്യായത്തിന്റെ 13 വാക്കുകൾ 13-15 വാക്കുകൾ ദൈവം വായിക്കും. ആ സമയത്ത് മരുന്ന സമയത്ത് അച്ഛന്മാരുടെ സന്തോഷം സന്തോഷം പ്രാപിക്കുന്നവർ തീരാത്ത സന്തോഷം പ്രാപിക്കുന്നവർ
3-18 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കുന്നതെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെ യേശു മുഖാന്തരം അവനോടുകൂടെ വരുത്തും. കർത്താവിന്റെ പ്രത്യക്ഷതയുടെ ജീവനോട് ശേഷിക്കുന്നവരായ നാം നിദ്ര കൊണ്ടവർക്ക് മുമ്പാകെയില്ല എന്ന് ഞങ്ങൾ കർത്താവിന്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാനങ്ങളുടെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാലത്തോടും കൂടെ സ്വർഗത്തിൽ ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോട് ശേഷിക്കുന്നവരായ നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ ഏൽപ്പാൻ മേഘങ്ങൾ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടെ ഇരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചു കൊള്ളുകയും നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗപിതാവേ, നീ തലമുറയായി ഞങ്ങളുടെ സങ്കേതം, അവിടെ അനാദിയും ശാശ്വതമാകും. മർത്തനെ പൊടിയിലേക്ക് ചെയ്യുമാറാക്കും. മനുഷ്യപുത്രന്മാരെ ചെയ്യുന്നു. ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെ ആയാൽ 80 സംവത്സരം. അതിന്റെ പ്രതാപവും പ്രയാസവും ദുഃഖവും അത്ര അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യും. അനിവരുടെ കുടുംബത്തിനായി പടിയാസനായി സ്തോത്രം. ദൈവമക്കളെ സ്നേഹിപ്പാൻ ആദരിപ്പാൻ കൊടുത്ത കുട്ടികൾക്കായി സ്തോത്രം. നല്ല വിദ്യാഭ്യാസം ദൈവം അതെല്ലാം വിട്ടേച്ച് വേദനയില്ലാത്ത, മുറവിളിയില്ലാത്ത, ദുഃഖമില്ലാത്ത, രോഗമില്ലാത്ത ആ പ്രത്യാശയെ കടന്ന കുറുമകൾക്കായി താൻ ഗംഭീര നാളത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാവൽ തോട്ട് നിറവേറുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് വരുന്ന സമയത്ത് ഞങ്ങളുടെ പ്രിയപ്പെട്ട മനോജ് മോനും ഉയർത്തുന്നത് ദൈവം താന്റെ പോലെ മനുഷ്യൻ പൊടിയാവുന്നു. പൊടിയിലേക്ക് തിരിച്ചറിവല്ലോ ഈ ശരീര സൽക്കാലത്തൊക്കെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിനെ മണ്ണിന് മണ്ണും ഭൂമിയിലേക്ക് ചേർക്കപ്പെടാക്കുന്നു. ദൈവമേ, പ്രത്യാശയാൽ ഞങ്ങളെ നിറയ്ക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമേ. ദുഃഖത്തിരിക്കുന്ന കർത്താവെ, അല്ലെങ്കിൽ തന്റെ ഭാര്യയും കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സഹോദരങ്ങളെ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഇനി ആർക്കും ദുഃഖത്തിന് ദുഃഖം വരാതിരിക്കാൻ ഞങ്ങളെ കർത്താവ് നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തപവിശ്വാസങ്ങൾക്കായി സ്തോത്രം, ദൈവദാസന്മാർക്കായി സ്തോത്രം. നിന്റെ വചനം ഞങ്ങൾ ഓർക്കുന്നു. നിന്റെ വചനക്കായി സ്തോത്രത്തിന്റെ കുറികൾക്കായി സ്തോത്രം. പ്രത്യാശ നയിക്കണമേ. ഞങ്ങൾ വലിയ പ്രത്യാശ കർത്താവെ കാവലം തുടിക്കുമ്പോൾ കാവ്യ മരിച്ചറുമ്പ് കേൾക്കും. പിന്നെ ജീവനുള്ള ശിശു ഞങ്ങളോ ഒരുമിച്ച് കർത്താൻ സ്തോത്രം. പ്രത്യാശ ഞങ്ങൾ എടുക്കണമേ. ഞങ്ങളുടെ പ്രത്യാശ കൈവിടാതെ പോകാൻ ഞങ്ങളെ സഹായിക്കണം. യേശുവിനെ യേശുവിൻ നാമത്തിൽ തന്നെ ജീവന്റെ മേലും മരണത്തിന്റെ മേലും അധികാരമുള്ളവരായ പിതാവേ, ഈ മനോഹരമായ ദിവസത്തിന്റെ മുട്ടിപ്പായ പ്രാർത്ഥിപ്പാൻ തക്കണം. പ്രത്യേകിച്ച് ഞങ്ങൾ വാങ്ങിപ്പോയ മനോജാന ജീവിതത്തെ കുറിച്ച് ഓർത്ത് അനുഗ്രഹിക്കുവാൻ തക്കണം. കർത്താവേ, പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ ഞങ്ങൾക്ക് അനുകൂലമായി കൂടിയിരിക്കുന്ന അവരുടെ സ്ഥാനത്തെ തിരിച്ചറിയുവാൻ തക്കണം. ഞങ്ങളെ സഹായിക്കുന്നതാവുന്ന ഈ നാളിലൊക്കെ ദൈവമേ, വളരെ മാനസികമായിട്ട് സംഘർഷങ്ങളെ പ്രയാസങ്ങളുടെ മധ്യത്തിൽ ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത പ്രായമുള്ള പ്രദേശങ്ങൾ ഞങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുമ്പോൾ കർത്താവ് അതിനെങ്ങനെ ഉൾക്കൊള്ളണമെന്നോ അതിനെപ്രകാരം തരണം ചെയ്യണമെന്ന് ഞങ്ങൾക്ക് അറിയാൻ പറ്റാതിരിക്കുമ്പോൾ ദൈവമേ, അവിടുന്ന് ലോകത്തിലെ പ്രത്യാശയെ നീയായി ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ഈ നിമിഷം വരെ ഞങ്ങളെ ശക്തിയിരിക്കുകയും ഏത് പ്രതികൂലങ്ങളും മറ്റും അനുകൂലമായി ഞങ്ങളുടെ കൂടെ എന്ന് ഞങ്ങൾക്ക് ആവശ്യമായിരിക്കുന്ന ആശ്വാസവും ബലവും നൽകുന്ന ഞങ്ങൾ വാങ്ങിപ്പോയ ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ ഓർത്തുന്നു കർത്താവേ. സമാജത്തിന്റെ അമ്മച്ചിയുടെ ജീവിതത്തിനായി സ്തോത്രം കർത്താവേ. ദീർഘവർഷക്കാലം ഞങ്ങളോട് പാലിപ്പാൻ തക്കണൊക്കെ സഹായിച്ചു. അവിടുന്ന് ഒരുമിച്ച് തിരികെ വിളിച്ചു കർത്താവേ.
ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരൻ പ്രിയപ്പെട്ടവരൊക്കെ കർത്താവ് ഞങ്ങളെ വാങ്ങിപ്പോയ കർത്താവ് ഞങ്ങളൊട്ടും പ്രതീക്ഷിക്കാതെ ഞങ്ങളെല്ലാവരും പ്രാർത്ഥിച്ചിട്ട് കർത്താവ് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു തിരികെ വരുമെന്ന് വിശ്വസിച്ച് കർത്താവ് എങ്കിലും അവിടത്തേക്കുള്ള ഹിതം മനുഷ്യപുത്രന്മാരെ തിരികെ വരുമെന്നാണ് ഞങ്ങൾ ഓർമ്മിപ്പിക്കുമ്പോൾ കർത്താവ് ഞങ്ങൾ ഈ ലോകത്ത് സ്ഥിരമായിട്ട് വാസത്തിന് വേണ്ടിയാണ് ഞങ്ങൾ എപ്പോഴാണ് ഈ ലോകത്തിൽ മാറ്റപ്പെട്ട് പോകേണ്ടതെന്ന് അവിടത്തേക്ക് മാത്രമാണ് തിരിച്ചറിഞ്ഞ ആ തിരിച്ചറിഞ്ഞ ഞങ്ങൾക്ക് നൽകാൻ തക്കാണ് ഞങ്ങളെ സഹായിക്കണം. എന്നാവുന്ന ഞങ്ങൾ ലോകത്തിൽ മാറ്റപ്പെട്ടു പോകുന്ന ഞങ്ങൾക്ക് ആർക്കും അറിയില്ല. നിങ്ങൾ കർത്താവ് ഞങ്ങൾക്ക് നൽകുന്ന ആയുസിന് അന്തോളം കർത്താവിനെ മാറ്റപ്പെടുത്തുവാൻ തക്കളെ സഹായിക്കണം. സംഗീതത്തിൽ മോശം പ്രാർത്ഥിക്കുക ഞങ്ങൾ ജ്ഞാനമുള്ളൊരു ഹൃദയം പ്രാപിക്കാൻ തക്കണം. ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ കർത്താവ്. അവരുടെ ഉപദേശം മാത്രമാണ് ഞങ്ങൾക്ക് ഏക ആശ്രയം കർത്താവ്. കർത്താവ് ആ ഉപദേശം എപ്പോഴും സ്വീപ്പാൻ തക്കണം. ദൈവം ഞങ്ങൾക്ക് എപ്പോഴും ബലമായി തീരുവാൻ തക്കണം സഹായിക്കണം. ഞാൻ തന്നെ പുനരുദ്ധാനം ജീവനുമാകുന്നത് കല്ലിച്ചിട്ട് കർത്താവ് ഞങ്ങളും ഈ നാൾ ഒരു ലോകത്ത് മാറ്റപ്പെട്ടു പോകും. കർത്താവെ നിത്യം എന്ന വാസത്തിൽ ഞങ്ങൾക്ക് അവിടുന്ന് ഒരിക്കലും കർത്താവെ അവിടെ ഞങ്ങൾ സ്വീകരിപ്പാൻ തക്കണം. എപ്പോഴും തയ്യാറായി നിൽക്കുന്നത് നിത്യമായ വാസനയിൽ പ്രവേശിപ്പാൻ തക്കണം. ഞങ്ങൾ യോഗ്യത പ്രത്യേകിച്ച് ദുഃഖത്തിലായ എല്ലാ മാതാപിതാക്കൾക്കായി പ്രത്യേക സഹോദരി സഹോദരൻ പ്രത്യേകിച്ച് ചേച്ചിയെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അപേക്ഷിക്കുന്നു കുഞ്ഞുങ്ങളെയും മോളെയും കുഞ്ഞിനെയും ഒക്കെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കാതെ ഈ വേർപാട് ദുഃഖം കർത്താവെ ഉൾക്കൊള്ളാൻ സാധിക്കാതെ പ്രിയപ്പെട്ട മക്കൾ തിങ്ങിപ്പോട്ട് പോകും കർത്താവെ. അവർക്ക് മാത്രമാണ് കർത്താവെ നിനക്ക് മാത്രമാണ് അവർക്ക് ആശ്വാസം കൊടുക്കാൻ സാധിക്കുന്നത്. അവരുടെ കൂടെ ഇരുന്ന് പ്രിയപ്പെട്ട മക്കളെല്ലാം ബലപ്പെടുത്തുന്നേ പ്രത്യാശ നിറയ്ക്കാണ് കർത്താവെ. ദൈവമേ ഞങ്ങൾ ഈ ലോകത്ത് മാറ്റപ്പെട്ടു പോകുമ്പോൾ ഞങ്ങൾ വാങ്ങിപ്പോയ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ വീണ്ടും കണ്ടുമുട്ടാവുന്ന പ്രത്യാശയിൽ ഈ ലോകത്ത് ജീവിക്കാൻ സഹായിക്കേണ്ട കുട്ടിയെ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഈ ദിവസങ്ങളിലൊക്കെ ഞങ്ങളുടെ കുടുംബത്തിന് ആശ്വാസമായി ഞങ്ങളുടെ പ്രിയപ്പെട്ട സഭാ മക്കളെ ഓർത്ത് പ്രത്യേക പ്രാർത്ഥിക്കുന്നു. അവരെല്ലാവരും ശുശ്രൂഷ ഓർത്ത് പ്രത്യേക പ്രാർത്ഥിക്കുന്നു. അവന് ലഭിച്ച എല്ലാ സ്നേഹത്തിനായി കരുതലായി എല്ലാ നേതൃത്വത്തിനായി പ്രാർത്ഥിക്കുന്നു. അറിവിലും പറയത്തുമുള്ള അറിവിലില്ലാത്ത അനേക ആളുകൾ കർത്താവിന്റെ പ്രത്യേകിച്ച് മനോജത്തിൽ ഹോസ്പിറ്റലിൽ കണ്ട സമയത്ത് കർത്താവ് ശുശ്രൂഷ ഡോക്ടർമാർക്ക് വേണ്ടി നഴ്സുമാർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അവർ ലാഭോളം അധ്വാനിച്ചു ആവോളം തങ്ങൾക്ക് ആവശ്യമായ കരുതൽ കൊടുക്കാൻ ശ്രദ്ധിച്ചു. എങ്കിലും ദൈവമേ അവിടുത്തെ തന്നിലേക്ക് അവർ തിരികെ വിളിച്ചു കർത്താവ്. പെട്ടെന്നുണ്ടായ വേർപാട് ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ സാധിക്കത്തില്ലേ കർത്താവ്. പ്രത്യാശ കുടുംബത്തേക്ക് പ്രിയപ്പെട്ട അച്ഛനെ പ്രവേശിക്കുന്നവർക്ക് അതിൽ സന്തോഷം കണ്ടെത്തുവാനൊക്കെ ഞങ്ങളെ മനസ്സിൽ ബലപ്പെടുത്തിക്കളെ ഈ ശുശ്രൂഷകളൊക്കെ വ്യാപരിക്കുന്ന എല്ലാ കുടുംബങ്ങൾക്കായി പിന്നെ കരുതിയ എല്ലാ കാര്യങ്ങൾക്കായി വീണ്ടും കണ്ടുമുട്ടാനുള്ള പ്രത്യാശ ജീവാനൊക്കെ ഞങ്ങളെല്ലാവരും യോഗ്യത മക്കളാണ് ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും കാവലും പങ്കും നാം എല്ലാവരും ദുഃഖത്തിരിക്കുന്ന കുടുംബത്തിലൂടെയും ഭർത്താവിന്റെ വഴി ഉണ്ടായിരിക്കുമാറാകട്ടെ. ദൈവത്തിന് എല്ലാവർക്കും സമാധാനത്തിന് പോകാം.